ഹലോ ഹായ്. സൂര്യ കാർത്തിക് സുബ്രാജ് കോംബോയിൽ വന്ന റെട്രോ സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓരോ സിനിമയും ഓരോ പ്രതീക്ഷ ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന ബ്രാൻഡ് ഡയറക്ടർ തന്നെയായിരുന്നു. 16 നിലയിൽ പൊട്ടിയ കങ്കുവയ്ക്ക് ശേഷം സൂര്യക്ക് കാർത്തിക് സുബ്രാജ് പടത്തിലൂടെ ഒരു തിരിച്ചുവരവ് കിട്ടും എന്നുള്ളൊരു ഒരു 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 പ്രതീക്ഷ നമുക്കുണ്ടല്ലോ. പക്ഷേ ആ പ്രതീക്ഷ, ആ പക്ഷേ എന്ന് പറയുന്നത് കുറച്ച് കുഴപ്പമാണ്. ആ പക്ഷേയിൽ കിടക്കുകയാണ്. സിനിമ തുടങ്ങി, കിട്ടിലൻ ബാക്ക്ഗ്രൗണ്ട് ടൈറ്റിൽ കാർഡായിരുന്നു. അത് സന്തോഷ് നാരായണനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. കിട്ടിലൻ വർക്കായിരുന്നു. ടൈറ്റിൽ കാർഡ് സൂര്യയുടെ കുറച്ച് ക്യാരക്ടർ ഇങ്ങനെ ഗ്രാഫിക്സിൽ പോകുന്നൊരു പരിപാടി. അവിടെ തുടങ്ങി നല്ല ഹൈ കിട്ടി. പക്ഷേ ആ ഹൈ പിന്നീട് അങ്ങ് പോകുന്തോറും കുറഞ്ഞ് 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 വരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് ശ്രേയസ് കൃഷ്ണ, അതുപോലെ തന്നെ ഷെഫീഖ് മുഹമ്മദ് അലി എഡിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷ് നാരായണൻ മ്യൂസിക് ചെയ്തിരിക്കുന്നു. പെർഫോമൻസ് വൈസ് ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് സൂര്യയുടെ പെർഫോമൻസിലും അതുപോലെ തന്നെ നടിയായിട്ടുള്ള പൂജ ഹെഗ്ഡെയുടെ പെർഫോമൻസിലൊക്കെ. ഞാൻ സൂര്യയുടെ ഒരു വലിയൊരു ഫാനാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു എന്താ പറയുക, ഒരു എയർ പിടിച്ചിട്ടുള്ള ഒരു പഴയ നമ്മുടെ സിംഗം സ്റ്റൈല് പരിപാടിയൊക്കെയാണ് അദ്ദേഹം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ടുള്ള സൂര്യ ചിരിക്കില്ല. സ്പോയിലർ അല്ല കേട്ടോ, അത് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. അതെന്തുകൊണ്ടാണ് ചിരിക്കാത്തതെന്നൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിരിക്കാത്ത സൂര്യ എന്ന് പറയുമ്പോൾ ഈ സൂര്യയുടെ ഈ പറയുന്ന എയർ പിടിച്ചിട്ടുള്ള പരിപാടിയൊക്കെ ആയതുകൊണ്ടാവാം ഒരു പക്ഷേ സൂര്യനെ തന്നെ കാർത്തിക് സുബ്രാജ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ചിരിക്കൂല, എന്ത് ചെയ്താലും ചിരിക്കൂല. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പൂജ ഹെഗ്ഡെയുടെ പെർഫോമൻസിലൊക്കെ വരുമ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ നല്ല അസല് നാടകം വരും. നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടേ കയറി നിന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഒരു എന്താ പറയുക, കോമഡി ഷോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഒരു തട്ടുണ്ട്. അപ്പോൾ ആ തട്ടി കയറി നിന്നിട്ടുള്ള ഒരു ഇമോഷണൽ പരിപാടി ചെയ്തിട്ടുള്ളത് നല്ല നാടകം. എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുഷ്പ 2-ലെ മറ്റേ ശ്രീവല്ലിയാണ് ഓർമ്മ വന്നത്. അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ജോജു കിട്ടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജോജുവിൻ്റെ ഒരു ഫിസിക്കും അദ്ദേഹത്തിൻ്റെ ഒരു 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 ഫേസ് ഉണ്ടല്ലോ, ഒരു ആൾ നിറഞ്ഞങ്ങ് നിൽക്കുമല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാസികുണ്ട്, പിന്നെ നാസറുണ്ട്, ചെറിയൊരു ക്യാരക്ടറിൽ. നാസറൊക്കെ സ്ഥിരം ആസ്വിഷൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജ് വളരെ ചെറിയൊരു റോളാണ് പ്രകാശ് രാജ്. പക്ഷേ പ്രകാശ് രാജിൻ്റെ റോളൊന്നും ഒരു ഡെപ്ത് ഇല്ലാത്ത ക്യാരക്ടർ, നമുക്കൊന്ന് ഒട്ടും വർക്കായിട്ടില്ല. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും പല സ്ഥലത്തും എന്തൊക്കെയോ ഒരു കല്ലുകടി ഫീൽ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് സിനിമയുടെ ടെക്നിക്കൽ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ഒരു കാർത്തിക് സുബ്രാജ് സിനിമ കാണുന്ന ഫീല് കിട്ടി. പക്ഷേ ഈ കാർത്തിക് സുബ്രാജ് സിനിമ ആണെന്നുള്ളത് പോസിറ്റീവും ആണ്, ഒരുപോലെ തന്നെ നെഗറ്റീവും ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാർത്തിക് സുബ്രാജിൻ്റെ സിനിമകളിൽ വരുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ ടെക്നിക്കലി ആയിട്ടുള്ള കുറേ പരിപാടികളൊക്കെ സ്ഥിരം കണ്ടുവരുന്ന തമിഴ് സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം അത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും സ്ഥിരം കാർത്തിക് സുബ്രാജ് സിനിമകളുടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു ആവർത്തന വിരസത തോന്നുന്നു. അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും കാർത്തിക് സുബ്രാജ് സിനിമ അവതരിപ്പിച്ചത് ഭയങ്കരമായി ഫ്ലാറ്റായി പോയതാവാം സിനിമ. പല സ്ഥലത്തും ആ തുടക്കത്തിൽ കിട്ടിയ ഹൈ പിന്നെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാർത്തിക് സുബ്രാജ്, ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. കാർത്തിക് സുബ്രാജിൻ്റെ സിനിമകളിൽ അദ്ദേഹം പൊളിറ്റിക്സ് പറയും. പക്ഷേ പൊളിറ്റിക്സ് വളരെ കഥയിൽ നിന്ന് വളരെ ബ്ലെൻഡായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്സ് കുറച്ചധികം മുഴച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ പറയുന്ന ജിഗർദണ്ഡ പോലും എനിക്ക് അവസാനം കണ്ടപ്പോൾ നല്ല ട്രീറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ പോലും ക്വാളിറ്റി, സിനിമയുടെ ക്വാളിറ്റി വൈസ് സിനിമ നല്ല ക്വാളിറ്റി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കഥ സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോൾ ജിഗർദണ്ഡയിൽ പൊളിറ്റിക്സ് പറയുന്നത് ഒരു ബ്ലെൻഡ് ചെയ്തത് വളരെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ
പൊളിറ്റിക്സ് വല്ലാതെ മുളച്ചു നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് ജിഗർദണ്ഡയിലുള്ള പല സീനുകളും നമുക്ക് ഇതിൽ നിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വേറൊരു വേർഷൻ എന്ന് വെച്ചാൽ സന്ദർഭവും അതുപോലെ തന്നെ കഥാപാത്രങ്ങളും മാറിയിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ പൊളിറ്റിക്സ് തന്നെ കുറേയൊക്കെ ഇതിനകത്ത് വരുന്നു. അതുപോലെ തന്നെ മഹാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയുടെ കുറേ എന്താ പറയുക ഫ്രെയിമുകൾ എനിക്ക് ഈ സിനിമയിലും കണ്ടപ്പോൾ തോന്നി. അങ്ങനെ കുറേ എന്ന് വെച്ചാൽ തമിഴ് സിനിമയിൽ നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് തന്നെ ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് എത്ര നാളിതിങ്ങനെ പൊളിറ്റിക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഒരു പ്രധാന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ എന്താ പറയുക, ചിരിയേക്കാൾ വലിയ ആയുധം വേറെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് സിനിമ നിർത്തുന്നത്. പക്ഷേ അവിടേക്ക് എത്തുമ്പോൾ ഈ പൊളിറ്റിക്സ് പറഞ്ഞ് വരുന്നിടത്തൊക്കെ വല്ലാതെ ഫ്ലാറ്റായി പോവുകയും അതുപോലെ തന്നെ ആവർത്തന വിരസത തോന്നുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു തുടക്കത്തിലുള്ള കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകും തോറും ഈ പറയുന്ന പൊളിറ്റിക്സ് വരുമ്പോൾ കുറച്ച് സ്പീഡാവുന്നുണ്ട്. അത് സത്യമാണ്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഭയങ്കരമായ ലാഗ് തോന്നിക്കുന്നു. സിനിമയിൽ ഫുൾ ഓൺ അടിയാണ് കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ പോലെയുള്ള അടിയാണ്. നമ്മളിപ്പോൾ മറ്റേ മാലപ്പടക്കത്തിൽ കണ്ടല്ലേ കുറേ പടക്കങ്ങൾ ഇങ്ങനെ കോർത്ത് കെട്ടിയിട്ടാണ് അറ്റത്ത് തിരി കൊടുക്കുമ്പോൾ കിട്ടണം. അതുപോലെയുള്ള കുറേ ഒരു 10-20 ഫൈറ്റ് സീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു 2-3 ഫൈറ്റൊക്കെ കിടിലം പരിപാടിയായിരുന്നു. ഈ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ മറ്റേ പറന്ന് വന്ന് ഇടിക്കുക അങ്ങനത്തെ പരിപാടി, സ്ലോ മോഷൻ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല, ഗ്രൗണ്ട് ലെവലിലുള്ള ഫൈറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഫൈറ്റുകളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കാണുമ്പോൾ ഒരു ടോട്ടലി നോക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ പോകുന്നത് സ്ക്രിപ്റ്റിൻ്റെ വീക്കും അതുപോലെ തന്നെ ഡയറക്ഷൻ വല്ലാതെ ഫ്ലാറ്റായി പോകുന്ന ഒരു അവസ്ഥ. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെട്രിമാരൻ അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ, വെട്രിമാൻ്റെ സിനിമകളും അതുപോലെ തന്നെ ലാസ്റ്റ് ഇറങ്ങിയ ക്യാപ്റ്റൻ മില്ലറിലുള്ള സ്ഥിരം ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ പൊളിറ്റിക്സ് ഒക്കെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കുറേ പാവങ്ങളെ അടിമയാക്കി വെച്ചിട്ട് അവരുടെ ദൈവത്തിനെ കാണിക്കാതെ പൂട്ടി വെക്കുക, പിന്നെ നായകൻ വന്നത് തുറക്കുക, അങ്ങനത്തെ കുറേ പരിപാടികൾ ഈ പടത്തിലുണ്ട്. അപ്പോൾ ഇത് തമിഴ് സിനിമയിൽ ഇത് സ്ഥിരം ഇത് തന്നെ പൊളിറ്റിക്സ് തന്നെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത് ഒരു മടുപ്പ് തോന്നുന്നില്ലേ? നമുക്ക് തന്നെ കണ്ടിട്ട് മടുപ്പ് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് മടുപ്പ് തോന്നുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവരാരും മോശക്കാരല്ല കേട്ടോ. വെട്രിമാനൊക്കെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ആളാണ് ഡയറക്ടർമാരിൽ. പക്ഷേ നിരന്തരം ഇങ്ങനെ ആയിക്കൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് തങ്കലാനൊക്കെ ഇറങ്ങിയിട്ടും അത്ര വർക്കാവാതെ പോകുന്നത് സ്ഥിരം പൊളിറ്റിക്സ് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഇതിലേക്ക് കാർത്തിക് സുബ്രായിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഭയങ്കര ഫ്ലാറ്റായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ പൊളിറ്റിക്സ് വല്ലാതെ മുഴച്ചു നിൽക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്നു. പക്ഷേ സിനിമ ടോട്ടലി നോക്കുമ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് അനുഭവം ചിലപ്പോൾ പലർക്കും തോന്നിയിരിക്കും. ഒരു ആവറേജ്, ചില സ്ഥലത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലാഗടിച്ച് ഒരു ഉറക്കമൊക്കെ തൂങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൽ തീരെ മോശമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കാർത്തിക് സുബ്രായൻ്റെ ഒരു ഗംഭീര സിനിമ എന്ന് പറയാനും കഴിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.